അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ എ ക്വയറ്റ് പ്ലേസ് ഡയറക്ടർ ജോൺ ക്രാസിൻസ്കി സംവിധാനം ചെയ്ത് 2018 പുറത്തിറക്കിയ അടിപൊളി ഹൊറർ സയൻസ് ഫിക്ഷൻ മൂവിയാണ് എ ക്വയറ്റ് പ്ലേസ്. സിനിമയുടെ തുടക്കം ഒരമ്മ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്നുകൾ എടുക്കുന്നു. എന്നിട്ട് ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കാതെ രണ്ടാമത്തെ മകന് കൊണ്ട് കൊടുക്കുകയാണ്. ശേഷം ഇവിടെ ആ അമ്മയുടെ മൂത്ത മകളെയും ലാസ്റ്റത്തെ കുട്ടിയെയും കാണിക്കുന്നു. ചുറ്റുപാടെല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തോ അപ്പോക്കലിപ്സ് നടന്ന് എല്ലാം നാശമായി കിടക്കുന്നു. അവിടെയൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് അവർ സംസാരിക്കാതെ ആംഗ്യം കാണിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ശേഷം ആ കൊച്ചുകുട്ടി ഒരു കളിപ്പാട്ട് എടുക്കുന്നതിനിടയ്ക്ക് അത് താഴേക്ക് വീഴാൻ പോവുകയാണ്. ആ സമയം മൂത്ത പെൺകുട്ടി പേടിയോടെ വന്ന് അത് താഴെ വീഴാതിരിക്കാൻ വേണ്ടി ചാടിപ്പിടിക്കുന്നു. അവർ എന്തിനെയോ കാര്യമായി ഭയക്കുന്നുണ്ട്. ഈ സമയം അവരുടെ അച്ഛനും അവിടേക്ക് എത്തുകയാണ്. അവർ ആവശ്യമായ സാധനങ്ങളൊക്കെ അവിടെ നിന്നും എടുത്ത് എങ്ങോട്ടോ പോകാനുള്ള പ്ലാനിലാണ്. ഈ സമയത്താണെങ്കിൽ ആ കൊച്ചുകുട്ടി ആ കളിപ്പാട്ടത്തിൽ ബാറ്ററി എടുത്തിട്ട് കൊണ്ട് വരികയാണ്. ഇത് കണ്ടതോടെ പേടിയോടെ അയാൾ വന്നിട്ട് അതിൽ കിടന്ന ബാറ്ററി മാറ്റിയിട്ട്, മക്കളെ, നമുക്ക് ജീവിക്കണമെങ്കിൽ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്, നീ ഇത് നമ്മളോടൊപ്പം ഫോളോ ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് ബാറ്ററി ഊരി മാറ്റുകയാണ്. അങ്ങനെ അവർ മുമ്പിലോട്ട് നടക്കുമ്പോൾ ചേച്ചിയാണെങ്കിൽ പാവം തോന്നി ആ കളിപ്പാട്ടം മാത്രം എടുത്ത് കയ്യിൽ കൊടുക്കുന്നു. തുടർന്ന് ചേച്ചിയും മുന്നോട്ട് പോകുമ്പോൾ അവർ കാണാതെ നൈസിനായി ആ ബാറ്ററി എടുത്ത് കുട്ടി കൈവശമാക്കുന്നു. അവർ നടന്നു പോകുന്നത് ചെരുപ്പില്ലാതെ മാക്സിമം മണലിൽ ചവിട്ടി ശബ്ദമുണ്ടാക്കാതെയാണ്. അങ്ങനെ അവർ നടന്നൊരു പാലത്തിലെത്തുമ്പോൾ പിന്നിൽ നിന്ന് ആ കളിപ്പാട്ടത്തിൽ നിന്നും ശബ്ദം കേൾക്കുകയാണ്. ഇത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടലോടെ നോക്കുന്നു. ശേഷം അച്ഛനാണെങ്കിൽ ആ കുട്ടിയുടെ അടുത്തേക്ക് ഓടുമ്പോഴേക്കും സൈഡിൽ നിന്നും ഒരു തരം ജീവി വന്ന് ആ കൊച്ചിനെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് 472ാമത്തെ ദിവസം. അവിടെ ആ അമ്മയെയും മൂത്ത മകളെയും കാണിക്കുന്നുണ്ട്. അവർ ഒരു വലിയ കൃഷിയിടം പോലത്തെ സ്ഥലത്ത് താമസിക്കുകയാണ്. ആ വീട്ടിനകത്തെ അണ്ടർഗ്രൗണ്ടിൽ അദ്ദേഹം ക്യാമറകളൊക്കെ സെറ്റ് ചെയ്ത് പുറത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ശബ്ദം കേട്ട സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്ത് അവിടേക്ക് വന്ന് ആളുകളെ കൊല്ലുന്ന ഒരു തരം ക്രിയേച്ചർ ഈ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതാണ് ഈ അമ്മയും അച്ഛനും മക്കളും. ഇതിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള കാര്യം ഇദ്ദേഹം ദിവസങ്ങളോളം ഇരുന്ന് കണ്ടുപിടിക്കുകയാണ്. ഒപ്പം ഇവരിപ്പോൾ ഗർഭിണിയും കൂടിയാണ്. 4ാമതൊരു കുഞ്ഞിന് ജന്മം നൽകാൻ ഈ പാവം അമ്മ തയ്യാറെടുത്ത് നിൽക്കുന്നു. ആ ജീവിയുടെ ഇരയായ തൻ്റെ അവസാനത്തെ കൊച്ചിനെ നോക്കി അദ്ദേഹം വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. തുടർന്ന് അന്നത്തെ രാത്രി ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം 2 മക്കളും കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ റാന്തല് വിളക്ക് പൊട്ടി അവിടെ മുഴുവൻ തീയുണ്ടായി ശബ്ദമുണ്ടാവുകയാണ്. അദ്ദേഹം വന്ന് തീ കെടുത്തിയതിനു ശേഷം മരണം മുന്നിൽ കണ്ട നിമിഷം നിൽക്കുമ്പോൾ ആ ഒരു ജീവി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യം കൊണ്ട് അവരുടെ ജീവൻ അവർക്ക് തിരിച്ചു കിട്ടി. പിറ്റേന്ന് രാവിലെ അച്ഛൻ അണ്ടർഗ്രൗണ്ടിലിരുന്ന് ആ ജീവിയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സ്ഥലത്ത് പോകാനൊരുങ്ങുമ്പോൾ മൂത്ത മകളെ അയാളെ പിടിച്ചു മാറ്റി പുറത്തു കൊണ്ടുപോയിട്ട് ഇനി അകത്ത് കയറരുതെന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നു. താൻ കാരണമാണ് ഇളയ കുട്ടി മരിച്ചതെന്നും അതുകൊണ്ട് അച്ഛൻ എന്നോടത്ര സ്നേഹമില്ലെന്നും മനസ്സ് മുഴുവൻ വെറുപ്പാണെന്നുമാണ് ഇവൾ വിചാരിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് താനുണ്ടാക്കിയ ആംപ്ലിഫയർ ഘടിപ്പിച്ച ഒരു തരം സ്പീക്കറാണെന്ന് പറഞ്ഞിട്ട് അത് ചെവിയിൽ ഘടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നിർബന്ധിക്കുന്നു. എന്നാൽ അതിനെ മകൾ എതിർക്കുകയാണ്. വീണ്ടും അതിനെ എതിർക്കുമ്പോൾ വേറെ വഴിയില്ലാതെ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ട് അത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിറ്റേന്ന് അച്ഛൻ 2ാമത്തെ മകനെയും കൊണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഒപ്പം മകന് അതിജീവനത്തെ പറ്റി പറഞ്ഞു കൊടുക്കാനും വേണ്ടിയാണ്. മൂത്ത മകൾ കൂടെ പോവാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിനെ അച്ഛൻ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ അവൾ വിഷമത്തോടെ അകത്ത് ചെന്നിരിക്കുന്നു. തുടർന്ന് അച്ഛൻ കൊടുത്ത ആംപ്ലിഫയർ ഘടിപ്പിച്ച സ്പീക്കർ സിസ്റ്റം അവൾ ചെവിയിൽ വയ്ക്കുകയാണ്. തുടർന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് അമ്മ കാണാതെ അവളും പുറത്തേക്ക് പോകുന്നു. എന്നിട്ടവൾ നേരെ പോയത് കൊച്ചനുജനെ ആ ജീവി പിടിച്ച സ്ഥലത്താണ്. അനുജന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവന്റെ കളിപ്പാട്ടങ്ങളെല്ലാം അവിടെ കൊണ്ട് വെക്കുകയാണ്. ഈ സമയത്ത് മകനും അച്ഛനുമാണെങ്കിൽ നടന്നു പോകുന്ന വഴിക്ക് മുമ്പിലായി ഒരു വീട് കാണുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മുമ്മ മരിച്ചു കിടക്കുന്നതും കാണുന്നു. അവരുടെ ഭർത്താവാണെങ്കിൽ ആകെ സമനില തെറ്റി നിൽക്കുകയാണ്. ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും മരിക്കണമെന്നുള്ള നിർബന്ധത്തിൽ അയാൾ കടന്ന് വിളിച്ച് കൂവുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ആ ജീവി നിലവിളിയോടെ വരികയും ആ സമയം കൊണ്ട് അച്ഛൻ മകനെയും എടുത്ത് ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നു.
എന്നാൽ ഈ സമയത്ത് അവരുടെ അമ്മ പ്രസവിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ വേദന കൊണ്ട് താഴേക്ക് വരുന്ന സമയത്ത് അബദ്ധത്തിൽ എങ്ങനെയോ അവിടെ ഉണ്ടായിരുന്ന ആണിയിൽ കാലുകൊള്ളുകയും ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാതെ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ആ ഒരു സമയത്ത് കയ്യിലുണ്ടായിരുന്ന സാധനം താഴെ വീണ് പൊട്ടുകയും അവിടേക്ക് ആ ജീവി വരികയും ചെയ്യുന്നു. തൽക്കാലം കഷ്ടിച്ച് ആ അമ്മ അതിന്റെ കയ്യിൽപ്പെടാതെ ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ആ ജീവി അകത്തേക്ക് വരികയാണ്. താൻ അപകടത്തിലാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒപ്പം പുറത്തുണ്ടായിരുന്ന റെഡ് ലൈറ്റൊക്കെ ഓൺ ചെയ്യുകയാണ്. ഇത് തിരിച്ചു വന്നിരുന്ന അച്ഛനും മകനും കാണുകയാണ്. തന്റെ ഭാര്യയ്ക്ക് അപകടമുണ്ടായെന്ന് അവനിക്ക് മനസ്സിലാവുകയും അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ആ ജീവിയുടെ ശ്രദ്ധ മാറ്റാൻ ആ റോക്കറ്റിൽ പോയി നീ തീ കൊളുത്താൻ വേണ്ടി അച്ഛൻ മകനോട് പറയുകയാണ്. അതുപ്രകാരം അങ്ങോട്ടേക്ക് അവൻ ഓടുകയാണ്. എന്നാൽ ഈ സമയം അവരുടെ സ്ഥിതിയാകെ മോശമായിരിക്കുന്നു. ഇവർ ഉടൻ തന്നെ പ്രസവിക്കും. തൊട്ടു പിന്നാലെയാണെങ്കിൽ ജീവി കയറിക്കൊണ്ട് വരികയാണ്. ജീവി അവരെ കാണുന്നതിന് മുമ്പ് തന്നെ മകൻ പുറത്തു നിന്നും റോക്കറ്റ് തീ കൊളുത്തുകയും കറക്റ്റ് സമയം അത് മുകളിൽ പോയി പൊട്ടുകയും അങ്ങനെ ആ ശബ്ദം പിന്തുടർന്ന് ആ ജീവികളെല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ആ സമയത്ത് തോക്കുമായി അദ്ദേഹം വീട്ടിനകത്തേക്ക് ഓടുന്നു. ഒപ്പം പുറത്തുണ്ടായിരുന്ന മൂത്ത മകളും ഈ ശബ്ദമൊക്കെ കേൾക്കുകയും അങ്ങോട്ടേക്ക് ഓടുകയും ചെയ്യുന്നു. അകത്ത് പോയി അദ്ദേഹം നോക്കുമ്പോൾ കണ്ടത് തന്റെ ഭാര്യ കൈക്കുഞ്ഞുമായി വളരെ അവശനിലയിലിരിക്കുന്നു. അങ്ങനെ മകൻ തിരിച്ചു വരുന്ന വഴിക്ക് ചെടികൾ കിടന്ന് അനങ്ങുകയും ജീവി വരുന്നുണ്ടെന്ന് മനസ്സിലായി പേടിച്ച് തിരിഞ്ഞോടുന്ന സമയം മുമ്പിലുണ്ടായിരുന്ന ഒരു ട്രാക്ടറിൽ വന്ന് തലയിടിച്ച് ബോധം കെട്ടു പോവുകയാണ്. അതേസമയം ഇവിടെ അദ്ദേഹം ഭാര്യയെയും കുഞ്ഞിനെയും എടുത്ത് അവിടെ നിന്നും പുറത്തിറങ്ങി താൻ പരീക്ഷണങ്ങൾ ചെയ്യുന്ന വീട്ടിനകത്ത് വന്ന് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ തൊട്ടു പിന്നാലെ ആ ജീവി എത്തുകയാണ്. കുഞ്ഞാണെങ്കിൽ കിടന്ന് കരയുന്നുമുണ്ട്. ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി ഓക്സിജൻ എടുത്ത് കുഞ്ഞിന്റെ മുഖത്ത് വെച്ചു കൊടുക്കുന്നു. എന്നാൽ അതേസമയം ഇവിടെ മൂത്ത പെൺകൊച്ച് തിരിച്ചു വരുന്ന വഴിക്ക് തന്റെ അനിയൻ ബോധം കെട്ട് കിടക്കുന്നത് കാണുകയും അവനെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നു. ശേഷം അദ്ദേഹം ഭാര്യയെയും കുഞ്ഞിനെയും താഴെ നിർത്തി മക്കളെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷേ കഷ്ടകാലത്തിന് അവിടെ ഉണ്ടായ ബഹളത്തിനിടയിൽ ഏതോ ഒരു പൈപ്പ് പൊട്ടി വെള്ളം മുഴുവനും താഴെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ രണ്ട് മക്കളും അച്ഛൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു സ്റ്റേഷന്റെ മുകളിൽ കയറിയിരിക്കുന്നു. അണ്ടർഗ്രൗണ്ടിലാണെങ്കിൽ വെള്ളം മുഴുവൻ താഴെ വന്ന് വീണ് മെഴുകുതിരിയെല്ലാം അണഞ്ഞു പോകുന്നു. അകത്ത് മുഴുവനും വെള്ളം കൊണ്ട് നിറയുകയാണ്. രക്ഷയ്ക്കായി കുഞ്ഞിനെ അവർ കയ്യിലെടുക്കുകയും ചെയ്യുന്നു. അവസാനം തൻ്റെ മക്കളിരിക്കുന്ന സ്ഥലം അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. ആ സമയത്ത് അവർ നിൽക്കുന്ന സ്റ്റേഷന്റെ ഒരു ഡോറ് പൊട്ടി ആ ചെറുക്കൻ താഴെ വീഴുകയാണ്. അകത്താണെങ്കിൽ ഒരുപാട് ധാന്യമണികളും കിടക്കുന്നു. അവൻ അതിനകത്ത് താന്നു പോകുന്നതിന് മുമ്പേ മൂത്ത മകളും ചാടി അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ ഒരു ബഹളത്തിനിടയിൽ സൗണ്ട് കേട്ട് ജീവി അകത്തേക്ക് വരികയാണ്. തുടർന്ന് അവരെ ആക്രമിച്ച് കൊല്ലാൻ പോകുന്നതിന് മുമ്പ് അച്ഛൻ കൊടുത്ത ആ മൈക്ക് സിസ്റ്റം അവൾ ചെവിയിൽ പിടിച്ച് ഓണാക്കുകയാണ്. അതിന്റെ സൗണ്ട് കേട്ടതോടെ ആ ജീവിക്ക് ഈ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവിടെ നിന്നും സൈഡ് ഭാഗം ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോകുന്നു. തുടർന്ന് അച്ഛനും മക്കളും പരസ്പരം കണ്ടുമുട്ടുകയാണ്. ശേഷം രണ്ട് മക്കളും ചേർന്ന് ഒരു കാറിനകത്ത് ചെന്ന് ഒളിച്ചിരിക്കുന്നു. അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കോടാലി എടുത്ത് അച്ഛൻ കാത്തു നിൽക്കുമ്പോൾ തൊട്ട് സൈഡിൽ മുകളിലായി ആ ജീവി വന്നിരിക്കുകയാണ്. ഈ കാഴ്ചകളെല്ലാം ആ അമ്മ CCTVയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. തുടർന്ന് ആ ജീവി അദ്ദേഹത്തെ ആക്രമിക്കുകയും ശേഷം മക്കളുടെ അടുക്കൽ പോവുകയും ചെയ്യുന്നു. അങ്ങനെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി അവിടെ കിടന്ന് വിളിച്ചു കൂവുകയും ജീവി അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് അവരോട് അമ്മയുടെ അടുക്കലെത്തുകയും അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി അതിനെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അകത്ത് വെച്ച് അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അവർ പരസ്പരം കരയുകയാണ്. അനിയനാണെങ്കിൽ കുഞ്ഞിനെയും എടുത്ത് ജീവന് വേണ്ടി ത്യാഗിച്ചിരിക്കുന്നു. ആ സമയം അവിടെ അവർ വിചാരിച്ചതുപോലെ തന്നെ ജീവി എത്തുകയാണ്. ജീവൻ മരണ പോരാട്ടത്തിന്റെ മുന്നിൽ അമ്മയും മക്കളും. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്ന് ആ മൈക്ക് സിസ്റ്റം പിടിച്ച് ഓണാക്കുകയാണ്. ഇത് കേട്ടതും ജീവി വീണ്ടും നിലവിളിക്കുകയും അലറുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവൾ അവിടെ മറ്റൊരു മൈക്ക് കാണുകയും അതെടുത്ത് മൈക്കിൽ പിടിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ ശബ്ദം കേൾക്കുന്നതോടെ ജീവി കൂടുതൽ നിലവിളിച്ച് അങ്ങനെ പിന്നിലോട്ട് പോയി വന്ന് വീഴുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ അവർ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വീണ്ടും ചാടി അവരുടെ നേർക്ക് വരുന്നു. അപ്പോഴേക്കും ആ അമ്മ വെടിവെച്ച് അതിൻ്റെ തലച്ചോറിനെ പൊട്ടിത്തെറിപ്പിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്ന് കരുതിയിരിക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ. CCTVയിൽ കൂടെ നോക്കുമ്പോൾ ഈ വെടിവെച്ച് കേട്ട് ഇതുപോലത്തെ മറ്റ് 2-3 ജീവികൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കണ്ടതും ആ മൂത്ത മോൾ അവിടെ സ്പീക്കറിന്റെ സൗണ്ട് മുഴുവനുമായി കൂട്ടുന്നു. ഒരു അംഗത്തിനുള്ള പുറപ്പാടാണ്. അമ്മയാണെങ്കിൽ തോക്കെടുത്ത് റെഡിയായി നിൽക്കുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.